ഞാൻ ഈ പറയുന്ന നാളുകാർ നിങ്ങളുടെ വീട്ടുകളിലുണ്ടോ എങ്കിൽ ഈ കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കൂ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടും. ഉത്രം, തിരുവാതിര, പൂയം, ആയില്യം, അനിഴം, വിശാഖം, മൂലം, ചതയം, രേവതി ഈ നാളുകാരാണ് അവർ. ഇതിൽ ഉത്രം, മനസ്സിന് നല്ല കട്ടിയുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. എന്തു വന്നാലും ഇവർ ഏറ്റുകൊള്ളുന്നതുമാണ്. കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാ ത്യാഗങ്ങളും ഇവർ സഹിക്കുന്നതാണ്. ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലും ഇവർ ഒരു തുള്ളി പോലും കുടുംബത്തിന് വിട്ടുകൊടുക്കാതെയും സഹോദരങ്ങൾ വിട്ടുകൊടുക്കാതെയുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കടന്നു പോകുന്ന വിഷമഘട്ടങ്ങൾ മാറാൻ പോകുന്നു. ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി ദൈവത്തെ നേരിട്ട് കണ്ട് പ്രാർത്ഥിച്ച് വരേണ്ടതാണ്. തിരുവാതിര, ഈ നാളുകാരുടെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നത്തിലേക്ക് ഇവർ എത്തുന്നു. എല്ലാം ഈ മാസം തന്നെ നിങ്ങൾക്ക് മാറി മാറി വരുന്നതാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഭഗവാനെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുക. മൂലം, വീടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലത്. നിങ്ങൾ കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ ദൈവം മാത്രമാണ് നിങ്ങൾക്ക് തുണ. കൂടെ ഉണ്ടായിരുന്നവർ പോലും ഇപ്പോൾ ശത്രുക്കളാണ് നിങ്ങൾക്ക്. വരാനിരിക്കുന്നത് വളരെ നല്ല ദിവസങ്ങൾ. ചതയം, ഒരുപാട് നേടിയെടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണിവർ. എന്നാൽ പല കാര്യങ്ങളും പാതി വഴിയിൽ നിൽക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിൽ ഇപ്പോൾ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മാസം നിങ്ങൾക്ക് എല്ലാ മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നു. തൊട്ടടുത്തുള്ള കൃഷ്ണൻ ടെമ്പിളിൽ പോകുന്നത് വളരെ നല്ലതാണ്. അടുത്തത് രേവതി. ഇവർക്കിപ്പോൾ വളരെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. രേവതി നക്ഷത്രക്കാർ, ഇവരുടെ സ്വഭാവ രീതി അനുസരിച്ച് സങ്കടങ്ങൾ ഉള്ളിൽ മാത്രം ഒതുക്കി ഏറ്റവും ആഗ്രഹമുള്ളവരാണ് ഇവർ. മറ്റുള്ളവരെ കുറച്ച് പോലും ബുദ്ധിമുട്ടിപ്പിക്കാതെ മുന്നോട്ട് പോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരും ശ്രീകൃഷ്ണൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. ഡിസംബർ മാസം എല്ലാം ശുഭമായി മാത്രം നടക്കുന്നതാണ്. വിശാഖം, ഈ നാളുകാരും പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാം ഉണ്ട്, പക്ഷേ ഒന്നുമില്ലാത്ത അവസ്ഥ. വിശാഖം നാൾ വളരെ നല്ലൊരു നക്ഷത്രമാണ്. എന്നിരുന്നാൽ പോലും വിഷമഘട്ടങ്ങൾ ഏറെയാണ് ഈ സമയത്തുള്ളത്. ഡിസംബറിൽ ഏകദേശം 10-ാം തീയതിക്ക് ശേഷം എല്ലാം മാറിമറിയാൻ പോകുന്നു. അനിഴം, ഇവരും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. എല്ലാ ഐശ്വര്യവും നിങ്ങളെ തേടിയെത്തും. പൂയം നക്ഷത്രം, നിങ്ങളുടെ കാര്യസാധ്യങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നു. ഇനി നിങ്ങൾക്ക് നല്ല സമയം മാത്രമാണ് വരുന്നത്. ഡിസംബർ മാസത്തിൽ എല്ലാം മാറിമറിയുന്നു. ശ്രീകൃഷ്ണൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ നേരിട്ട് കണ്ട് സങ്കടങ്ങൾ ബോധിപ്പിക്കേണ്ടതാണ്. ആയില്യം നക്ഷത്രം, നിങ്ങൾ എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങൾ മാത്രമാണ് ഉള്ളത്. സുഹൃത്ത് ബന്ധങ്ങളിലും വീട്ടിലും പ്രശ്നങ്ങൾ മാത്രമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഡിസംബർ മാസത്തിൽ നല്ലൊരു തുടക്കമാണ് കുറിക്കാൻ പോകുന്നത്. ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ട് പറയുന്നത് വളരെ നല്ലതാണ്.